കടന്നു വരുന്നുണ്ട്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. الشريفة المعظمة خاصة وإلى حضرات أرواح جميع الأنبياء والعلماء والشهداء والزهداء والصديقين والصالحين اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وعزا على عزهم وكرامة على كراماتهم اللهم انفعنا بهم وبعلومهم وأسرارهم وأنوارهم وبركاتهم في الدنيا والآخرة اللهم بحقهم وبحباب الرحيم اللهم إنك تعلم ما في ضمائرنا وما نطلبه من همزة الجنة الأقربية ومن كلها يا الحاجات اللهم إلى حضرات أرواح أجدادنا وجداتنا وإخواننا وأخواتنا وآبائنا وأمهاتنا ومشايخنا وأساتذتنا إلى حضرات أرواح جميع قربائنا من جهة الآباء والأمهات والمصائب كلهم أجمعين. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من ബഹുമാനമുള്ള അധ്യക്ഷൻ, തങ്ങളവറുകൾ, മറ്റ് സ്റ്റേജിൽ ഉപവിഷ്ടരായ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ, മറ്റ് പ്രമുഖരാകുന്ന വ്യക്തിത്വങ്ങൾ, ഈ മഹത്താവുന്ന പരിപാടിയിൽ ഇവിടെ സമ്മേളിച്ച എന്നുള്ള ഒരു ഇതിലായിരുന്നു. ഇവനെ ഇതിന്റെ സംഘാടകർ എന്നെ വിളിച്ചത് ഒരു 2 മാസം മുമ്പാണ് തോന്നുന്നത്. അന്ന് അങ്ങനെ വലിയൊരു അസുഖമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ആ 2 മാസത്തിന് ശേഷം അത് വിളിച്ചതിന്റെ ശേഷം പിന്നെ വലിയൊരു നെഞ്ചുവേദനയൊക്കെ അനുഭവപ്പെട്ടു. കുറെ ദിവസം ആശുപത്രിയിലൊക്കെ കിടന്നു. അപ്പൊ ആദ്യമായിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച, ഈ വെള്ളിയാഴ്ചയല്ല, അതിന് മുമ്പത്തെ വെള്ളിയാഴ്ച മുതലാണ് ആദ്യമായി ഇപ്പോൾ ഈ 2 മാസത്തിനായിട്ട് പൊതുപരിപാടിക്ക് പുറപ്പെടുന്നത്. അത് നന്ദി പ്രദേശത്ത് അവിടെ ഒരു ജുമാ സ്ഥാപിക്കാനുണ്ടായിരുന്നു. അതിനാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ആദ്യമായി. അങ്ങനെ പിന്നെ അവിടുന്ന് പാനൂരിൽ പരിപാടി കഴിഞ്ഞുമ്പോൾ നന്ദി തന്നെ വേറൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അങ്ങനെയാണ് വീട്ടിൽ. അപ്പൊ ഒരാഴ്ച ആയിട്ടുള്ളൂ ഇങ്ങനെ പൊതുപരിപാടിയിൽ പങ്കെടുക്കൽ തന്നെ തുടങ്ങിയത്. പിന്നെ കാഞ്ഞങ്ങാട് സംക്രമണത്തിനോട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ, മസലകളും അതുപോലെ തന്നെ മറ്റുള്ളതായ കേസുകളൊക്കെ ഉണ്ടായതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം മാത്രം കാഞ്ഞങ്ങാട് വന്നു പോയിട്ടുണ്ട്. ഇപ്പൊ കോട്ടിക്കുളത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നാണ് തീർത്തു വരുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ ഒരു മഹത്താവുന്ന അനുഗ്രഹം, ഇവിടെ മറവിട്ട് കൊടുക്കുന്ന ഈ മഹദിയുടെ ഒരു ബർക്കത്ത് എന്നൊക്കെ പറയാ. അത് നമ്മളെ മഹാന്മാരാവുന്ന മശായിഖന്മാർ അവർക്കുള്ളതായ ഒരു മദദ്, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഈ മഹത്താവുന്ന സദസ്സിൽ ഇവിടെ സംഗമിക്കാൻ സാധിച്ചതും. ഇതിന്റെ സംഘാടകർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ചെറിയൊരു ഉദ്ഘാടന പ്രസംഗം, ഒരു നീണ്ടു നിൽക്കാത്തൊരു ഉദ്ഘാടന പ്രസംഗം ചെയ്യും. പിന്നെ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ദാരിമി, ദീൻ എന്ന് പറഞ്ഞാൽ എന്താ മതം എന്ന് പറഞ്ഞാൽ? മതം എന്ന് പറഞ്ഞാൽ അത് ഇലാഹിയിൽ, അത് പരിശുദ്ധമാവുന്ന ഇലാഹിയാവുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നിശ്ചയിക്കുന്നതായ ഒരു നിശ്ചയം, ഒരു നിയമസംഹിതകൾ. അത് മാത്രം പോരാ, ബുദ്ധിമാന്മാരെ മനുഷ്യവർഗത്തിന്, മനുഷ്യൻ എത്തിച്ചേരാൻ വേണ്ടി മനുഷ്യനെ തെളിച്ചു കൊണ്ടുപോകുന്ന ഒരു ഇലാഹിയാവുന്നതായ ഒരു സംഹിത, ഒരു നിയമസംഹിത, ഒരു നിശ്ചയം. ആ നിശ്ചയമാണ് മതം. അതാണ് ദീൻ. എല്ലാ നിലക്കും മനുഷ്യനിക്ക് ഉത്തമമായത് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനിക്ക് അസ്സആദത്തുൽ അബദിയ്യ, പരിശുദ്ധമാവുന്നതായ ഒരു ശാശ്വതമാവുന്നതായ വിജയം, അത് കൈവരിക്കാനുള്ള മാർഗം എന്താണ്? അവിടേക്ക് മനുഷ്യൻ എത്തിച്ചേരാൻ.
والقرب إلى خالق البشر മനുഷ്യനെ സൃഷ്ടിച്ചതായ മനുഷ്യന്റെ റബ്ബ്, ആ റബ്ബിനെ കൊണ്ടുള്ളതായ സാമീപ്യം ആ മനുഷ്യർക്ക് ഉണ്ടാകും. എന്താ റബ്ബിലേക്കുള്ളതായ ഖുർബ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുമായിട്ട് ഒട്ടിവെക്കുകയല്ല റബ്ബിലേക്കുള്ള ഖുർബ് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിലേക്കുള്ള ഖുർബ് എന്ന് പറഞ്ഞാൽ അൽ വസൂലു ഇലല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചെന്നെത്തുക. എന്താണ് അള്ളാഹുവിലേക്ക് ചെന്നെത്തുക എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥം ലൈസൽ മുറാദു ബിൽ വസൂലി ഇലല്ലാഹ് ഇത്തിസാല ദാത്തി ബിദ്ദാത്ത്. അള്ളാഹുവിലേക്ക് ചെന്നെത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ധാത്തുമായിട്ട് നിന്റെ ശരീരം ഒട്ടി നിൽക്കുക എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ അള്ളാഹുവിലേക്ക് ചെന്നെത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ മരിച്ച് പോവുക എന്നതുമല്ല. പ്രത്യേകമാവുന്നതായ ഒരു നിശ്ചയം, ഒരു നിയമ സംഹിതയാണ് പരിശുദ്ധമാവുന്ന ദീൻ. ആ ദീന് യഥാർത്ഥത്തിൽ അത് ഹൃദയത്തിലേക്ക് ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിലേക്ക് വിശുദ്ധമായ ഹൃദയത്തിലേക്ക് പരിശുദ്ധമാവുന്ന ദീൻ അത് ഇറങ്ങി വരും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം തന്നെ എത്രമാത്രം വിശുദ്ധമാകുന്നുണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കണുള്ളൂ. ആദ്യം തന്നെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയിലേക്ക് വഹയുമായിട്ട് വരികയല്ല ചെയ്യണത്. ഓറയിൽ ഒരുപാട് ദിവസങ്ങൾ മനുഷ്യന്മാർക്കാൻ വേണ്ടിയാണ്. ഇന്നി അസ്മഉ സരീഫൽ അഖ്ലാം, അത് കണ്ടു എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ മിഅ്റാജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോകാൻ അത് ബൈത്തുൽ മഖ്ദിസിലേക്ക് നബിയെ കൊണ്ടുപോകാതെ തന്നെ നേരെ മസ്ജിദുൽ ഹറാമിൽ നിന്നിട്ട് നബി അല്ലാഹുവിന്റെ തിരുസന്നിധിയിലേക്ക് റസൂലുള്ളാഹിനെ കൊണ്ടുപോകാൻ ഒരു പ്രയാസമില്ല. പിന്നെ എന്തിനാണ് ഈ ബൈത്തുൽ മഖ്ദിസിലേക്ക് കൊണ്ടുപോയത്? അത് പ്രത്യേകമാവുന്ന ഒരു മസ്അല, ദീനിന്റെ ഒരു അടിസ്ഥാനപരമാവുന്നതായ ഒരു തത്വം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. എന്താ മനസ്സിലാക്കി കൊടുക്കുന്നത്? നബിയെ ദീർഘമാവുന്നതായ യാത്രകൾ അല്ലെങ്കിൽ വളരെയധികം സാഹസമൊക്കെ എന്ത് വേണം? മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ ഔലിയാ അംബിയ അവരെ സിയാറത്ത് ചെയ്തിട്ട് മാത്രമേ ആ യാത്ര തുടങ്ങാൻ പാടുള്ളൂ. അതാണ് മക്കത്തിൽ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബൈത്തുൽ മഖ്ദിസിലേക്ക് കൊണ്ടുപോയത്. ആ ബൈത്തുൽ മഖ്ദിസിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് ബാറക്നാ ഹൗലഹു. അതിന്റെ പരിസരം മുഴുവനും പുണ്യമാണ്. നബിയെ തങ്ങൾ മനസ്സിലാക്കേണ്ട